മേലുള്ള ഭരണകൂടങ്ങളുടെ അനാവശ്യ നിരീക്ഷണങ്ങൾക്കെതിരെ പ്രതിഷേധം ഉയരണമെന്ന് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രചാരകൻ റിച്ചാർഡ് സ്റ്റാൾമാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും സ്റ്റാൾമാൻ തള്ളിക്കളഞ്ഞു. കൊച്ചിയിൽ ജെയിൻ യൂണിവേഴ്സിറ്റി സംഘടിപ്പിക്കുന്ന സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചറിലായിരുന്നു സ്റ്റാൾമാൻ തന്റെ വാദങ്ങൾ നിരത്തിയത്. പൗരന്മാരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാൻ സാങ്കേതിക വിദ്യയുടെ മറവിൽ ഭരണകൂടങ്ങൾ കുറുക്കുവഴികൾ തേടുകയാണെന്നാണ് സ്റ്റോൾമാന്റെ നിരീക്ഷണം. ആധാർ കാർഡ് നിർബന്ധിതമാക്കിയ ഇന്ത്യയുടെ നടപടി പോലും സ്വകാര്യതാ ലംഘനമെന്നാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രചാരകന്റെ വാദം. സ്മാർട്ട് ഫോണുകളുടെ പ്രചാരത്തോടെ വ്യക്തികളുടെ സ്വകാര്യത ഇല്ലാതായി. പണമിടപാടുകൾക്ക് കറൻസി തന്നെ ഉപയോഗിക്കണമെന്നും ഡിജിറ്റൽ ധന ഇടപാട് പ്ലാറ്റ്ഫോമുകളിൽ നടക്കുന്നതും സ്വകാര്യതാ ലംഘനമാണെന്നുമുള്ള വാദങ്ങളും സ്റ്റോൾമാൻ ഉയർത്തി. Copyleft is a technique, a legal technique that I invented in 1985. I was developing free programs, and of course they were all copyrighted automatically because of a very nasty treaty called the Berne Convention. ChatGPT അടക്കം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തെ മുന്നേറ്റങ്ങളെക്കുറിച്ചുള്ള അവകാശവാദങ്ങളും തള്ളിക്കളയുകയാണ് സ്റ്റോൾമാൻ. AI-യുടെ പേരിൽ നടക്കുന്നത് കേവലം മാർക്കറ്റിംഗ് പ്രചാരണങ്ങൾ മാത്രമെന്നാണ് സ്റ്റോൾമാന്റെ പക്ഷം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, ആർട്ടിഫിഷ്യൽ സ്റ്റുപ്പിഡിറ്റിയാണ് നടക്കുന്നത് എന്ന പരിഹാസവും അദ്ദേഹം ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ സമ്മിറ്റ് ഓഫ് ഫ്യൂച്ചർ വേദിയിൽ ഉയർത്തി. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.